ലീഗിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി മോശം ഫോമിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ വർഷം ഒരു ISL മത്സരത്തിൽ മാത്രം ജയിക്കാനായ മഞ്ഞപ്പട ഏറ്റവും അവസാനം കളിച്ച മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ പരാജയപ്പെട്ടിരുന്നു. എവേ ഗ്രൗണ്ടിൽ നടന്ന കളിയിൽ പരീക്ഷണ ടീമുമായി കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് പരാജയപ്പെട്ടത്. മത്സരത്തിൽ പരാജയപ്പെട്ടതിന്റെ നിരാശ ഉണ്ടായിരുന്നുവെങ്കിലും വളരെ പോസിറ്റീവായാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് മത്സരശേഷം സംസാരിച്ചിട്ടുള്ളത്. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരങ്ങൾ കാഴ്ചവെച്ച പ്രകടനത്തെ അഭിനന്ദിച്ച ഇവാൻ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചതിനേക്കാൾ നന്നായി നോർത്ത് ഈസ്റ്റിനെതിരെ തന്റെ ടീം കളിച്ചെന്ന് അഭിപ്രായപ്പെട്ടതിനൊപ്പം തനിക്ക് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മികച്ച പോരാട്ടം നടത്തിയ എല്ലാ കളിക്കാരെയും അഭിനന്ദിക്കുന്നതായും ഇവരിൽ ചിലർ യഥാർത്ഥ പൊസിഷനിലല്ല കളിച്ചതെങ്കിലും നല്ല രീതിയിൽ കളിച്ചുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ഒരു ഫോർമേഷനിൽ അവർ ആദ്യമായി ഒരുമിച്ച് കളിക്കുന്നത് കാണുന്നത് മികച്ച കാര്യമായിരുന്നുവെന്നും 3 ദിവസങ്ങൾക്ക് മുമ്പ് ഈസ്റ്റ് ബംഗാളിനെതിരെ കളിച്ചതിനേക്കാൾ മികച്ച രീതിയിൽ തങ്ങൾ കളിച്ചുവെന്ന് കരുതുന്നതായും ഇവാൻ പറയുന്നു. തോറ്റെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായ മത്സരത്തിനോട് ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരങ്ങൾ പ്രതികരിച്ച രീതിയിൽ താൻ ഹാപ്പിയാണെന്നും ഇവാൻ വുക്കോമാനോവിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഈ സീസണിൽ അരങ്ങേറ്റം കുറിച്ച യുവതാരങ്ങൾ പ്രത്യേകിച്ച് അവരുടെ സ്വാഭാവിക പൊസിഷനിൽ നിന്ന് മാറിക്കളിക്കുന്നത് കാണുമ്പോൾ പരിശീലകൻ എന്ന നിലയിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ഇവാൻ പറയുന്നുണ്ട്. കാര്യങ്ങൾ മികച്ച രീതിയിൽ ടീം തയ്യാറാക്കിയിരുന്നുവെന്ന് കരുതുന്നുവെന്നും എതിരാളിയെ ലോങ് ബോൾ ഉപയോഗിച്ച് കളിക്കാൻ തങ്ങൾ നിർബന്ധിതരാക്കിയതും കൂടുതൽ സ്പേസ് ഉപയോഗിക്കുകയും ചെയ്തതുമൊക്കെ വളരെ ഗുണകരമായിട്ടുണ്ടെന്ന് ഇവാൻ വുക്കോമാനോവിച്ച് കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2023-24 സീസണിൽ ഉജ്ജ്വല ഫോമിൽ കളിച്ചു തുടങ്ങിയ ക്ലബ്ബായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. 2023 കലണ്ടർ വർഷം അവസാനിക്കുമ്പോൾ ISL പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തായിരുന്നു മഞ്ഞപ്പട. എന്നാൽ ടീമിലെ പ്രധാന താരങ്ങൾ പരിക്കേറ്റ് പുറത്തായതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഫോം നഷ്ടമായി തുടങ്ങുകയായിരുന്നു. കിരീട പ്രതീക്ഷയുമായി ഇറങ്ങിയ കലിംഗ സൂപ്പർ കപ്പിൽ സെമി പോലും കാണാതെ പുറത്തായതായിരുന്നു ആദ്യ തിരിച്ചടി. പിന്നാലെ ISLന്റെ 2-ാം ഘട്ടം ആരംഭിച്ചപ്പോഴും ടീം ദയനീയ ഫോം തുടർന്നു. ഈ കലണ്ടർ വർഷം കളിച്ച ISL മത്സരങ്ങളിൽ ആകെ 4 പോയിന്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാനായത്. ടീം 1-ാം സ്ഥാനത്ത് നിന്ന് 5-ാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തു. തുടർച്ചയായ 3-ാം സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ISL പ്ലേ ഓഫിൽ എത്തുന്നത് എന്ന സന്തോഷം ഈ ഒരു സാഹചര്യത്തിലും ബാക്കി നിൽക്കുന്നുണ്ട്. ISL ചരിത്രത്തിൽ ഇതാദ്യമായാണ് മഞ്ഞപ്പട 3 സീസണുകളിൽ തുടർച്ചയായി പ്ലേ ഓഫ് കാണുന്നത്. ISLൽ തുടർച്ചയായി 3 സീസണുകളിൽ ഒരേ ടീമിനെ പ്ലേ ഓഫിൽ എത്തിക്കുന്ന ആദ്യ പരിശീലകൻ എന്ന നേട്ടവും ഇതോടെ ഇവാന് സ്വന്തമായിട്ടുണ്ട്. തുടർച്ചയായ 3 സീസണുകൾ ഒരേ ടീമിനൊപ്പം പൂർത്തിയാക്കുന്ന ആദ്യ പരിശീലകനായും അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 21 ലീഗ് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് 9 ജയവും 3 സമനിലയും നേടിയതിനൊപ്പം 9 പരാജയങ്ങളും അറിഞ്ഞു. നിലവിൽ 30 പോയിന്റോടെയാണ് മഞ്ഞപ്പട ലീഗിൽ 5-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി ഈ മാസം 12-ാം തീയതി ഹൈദരാബാദ് FCക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ലീഗ് മത്സരം വരാൻ പോകുന്നത്. ഈ കളിയിൽ ജയിച്ചാലും പരമാവധി 5-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനേ മഞ്ഞപ്പടയ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫിലെ എലിമിനേറ്റർ മത്സരമാകും ബ്ലാസ്റ്റേഴ്സിനെ ഇനി കാത്തിരിക്കുന്നത്. എതിരാളികളുടെ ഗ്രൗണ്ടിലായിരിക്കും ഈ മത്സരം നടക്കുക.